ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഏജന്റ് ഫോർ ടെക്കിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് വന്നിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് പിന്നോട്ട് പോവാം, പുറകോട്ട് പോവാം. ഒരു 3-4 ദിവസം പുറകോട്ട് പോവാം. ഡ്രസ്സൊക്കെ അടിച്ച് പറക്കി വെക്കുകയാണ്. ഈ ഒരു ട്രാവൽ ബാഗും ഈ ഒരു ഹാൻഡ് ബാഗിനകത്ത് പറക്കി പോകാൻ പോവാണ്. 5:30 മണി ടൈം. ഹാൻഡ് ബാഗും ലഗേജും നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു ഡിപ്പാച്ചറിൻ്റെ അടുത്ത് കൂടെയാണ് കയറി പോകേണ്ടത്. അങ്ങനെ ബോർഡിംഗ് പാസ് എടുക്കാൻ പോവുകയാണ്. വിസ്റ്റാര ഫ്ലൈറ്റിലാണ് പോകുന്നത്. അങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എമിഗ്രേഷനാണ്. എമിഗ്രേഷനിലോട്ട് പോകുന്നു. ഇവിടുത്തെ ബാത്റൂമാണ് സൂപ്പർ. അങ്ങനെ സെക്യൂരിറ്റി, എമിഗ്രേഷൻ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റും കാത്ത് ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഇങ്ങനെ പലതരം ഷോപ്പുകളുണ്ട്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള വിഗ്രഹങ്ങളും മറ്റും എല്ലാ തരം ഷോപ്പുകളുമുണ്ട്. എല്ലാം ഒരു ലാബ്സ് പോലെ. നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഈ പേഴ്സൊക്കെ എത്ര ആയിരുന്നു? എല്ലാം അത് തന്നെയാണോ? റൈറ്റ്, എല്ലാത്തിനും ഒരേ റേറ്റാണോ? Good morning, welcome aboard, sir. Hello, good morning, sir. Dhanyavad. So, ladies and gentlemen, guests, welcome aboard Vistara. Brought to you by Tata Singapore Airlines. A special and a very warm welcome to all staff Vistara and Singapore Airlines full-time members on board today. കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം, 1-2 മണിക്കൂറത്തെ വെയിറ്റിങ്ങിന് ശേഷം ഫ്ലൈറ്റിനകത്തോട്ട് കയറി ഇരിക്കാൻ പോകുന്നു സുഹൃത്തുക്കളെ. ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ഈ ഫ്ലൈറ്റ് നേരെ മുംബൈക്കാണ് പോകുന്നത്. അപ്പോൾ നേരെ മുംബൈക്ക് പോകാം. ആ ഫ്ലൈറ്റ് എടുക്കാൻ പോകുന്നു. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം.
അങ്ങനെ നമ്മൾ മുംബൈ എത്തിയിരിക്കുകയാണ്. തൈ കാണുന്നതാണ് മുംബൈ നഗരം. എയർപോർട്ടിൻ്റെ അടുത്തെത്താറായി. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണിത്. തൈ കാണുന്നൊക്കെ വീടുകൾ ഒരു നില 2 നിലയൊക്കെ വരത്തുള്ളതെന്ന് തോന്നുന്നു. വലിയ ഫ്ലാറ്റുകളൊന്നും അല്ല, ചെറിയ ചെറിയ വീടുകളാണ്. നല്ല പഴക്കമുള്ള വീടുകളാണ് ഇതെല്ലാം. ഇതേണക്കാണ് ഇവിടെ ഇങ്ങനെ ഇപ്പം വൈഡായിട്ടുള്ള ഏരിയ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഒറ്റ വീടുകളായിട്ട് ഉള്ളത്. എന്നാലും ഫുൾ കൺജസ്റ്റഡ് ഏരിയ ആണ്. വലിയ നഗരം തന്നെയാണ്, പക്ഷേ കൺജസ്റ്റഡ് ഏരിയ ആണ്. തിങ്ങിയാണ് പാർക്കുന്നത് എല്ലാവരും. ഇപ്പം കുറച്ച് നേരത്തിനുള്ളിൽ ഇവിടെ മുംബൈ എയർപോർട്ടിലോട്ട് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ലാൻഡ് ചെയ്യുന്നത് നോക്കാം. ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ കാണുന്ന സ്റ്റാച്ചുവിൽ നിന്ന് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഛത്രപതി ശിവാജിയുടെ സൗണ്ടാണോ അതിനകത്ത് വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ട് നല്ല സ്ട്രക്ചർ രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഛത്രപതി ശിവാജിയുടെ സൗണ്ട് പോലെ തോന്നിപ്പിക്കുന്ന സൗണ്ടാണോ ഒറിജിനൽ ഛത്രപതി ശിവാജിയുടെ സൗണ്ടാണോ കൊടുക്കുന്നതെന്നും അറിയില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു മൊത്തത്തിൽ ആംബിയൻസ്. നിങ്ങൾ വിചാരിക്കും ഞാൻ മുംബൈയിലോട്ട് പോകാൻ വേണ്ടിയായിരിക്കും വന്നതെന്ന്. ഒരിക്കലുമല്ല. വീണ്ടും ഞാൻ മുംബൈ എയർപോർട്ടിനകത്തോട്ട് കയറിയിരിക്കുകയാണ്. വീണ്ടും യാത്ര തുടരാനാണ്. അടുത്ത ഇനി ഫ്ലൈറ്റ് ഉണ്ട്. ഇനി പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ദുബായിലോട്ടാണ് പോകുന്നത്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ദുബായ് വന്നിരിക്കുകയാണ്. ദുബായിൽ പണ്ടം താമസിച്ചിരുന്ന ഒരു റൂമിൽ വന്നിരിക്കുകയാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുന്നതുകൊണ്ട് വലിയ പ്രത്യേകതകളൊന്നും തോന്നുന്നില്ല. ഇതൊരു നമ്മുടെ സ്വന്തം നാട് പോലെ തോന്നുകയാണ് എപ്പോഴും സ്ഥിരം വരുന്നത് കൊണ്ട്. നമ്മുടെ ഒരു മറ്റൊരു നാട്, അതായത് എൻ്റെ ഒരു മറ്റൊരു നാട് പോലെ തന്നെയാണ് തോന്നുകയാണ് ഈ ഒരു ദുബായ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടുന്ന് ഇപ്പം നാട്ടിൽ നിന്ന് തിരിച്ച് ഇവിടെ വന്നു. ആ ഒരു അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. എത്രത്തോളം നല്ലതായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജിൽ, സൈനിങ് ഔട്ട്.